മലയാള സാഹിത്യകാരനായിട്ടുള്ള ഒ.വി. വിജയൻ്റെ ഖസാക്കിൻ്റെ ഇതിഹാസം എന്ന നോവലിന് പശ്ചാത്തലമായി മാറിയ തസ്രാക്കിലേക്കാണ് നമ്മൾ ഇന്ന് പോയിക്കൊണ്ടിരിക്കുന്നത്. പാലക്കാടിൻ്റെ മനോഹരമായിട്ടുള്ള ഗ്രാമഭംഗിയൊക്കെ ആസ്വദിച്ചുകൊണ്ടാണ് നമ്മൾ ഈ യാത്ര. വഴിയരികിൽ നിറയെ പച്ച വിരിച്ചു നിൽക്കുന്ന പാടശേഖരങ്ങളും അതേപോലെ പാടത്ത് പണിയെടുക്കുന്ന കൃഷിക്കാരും നിറയെ തെങ്ങിൻ തോപ്പുകളും കരിമ്പനകളൊക്കെ ആയിട്ടുള്ള മനോഹരമായിട്ടുള്ള പാലക്കാടിൻ്റെ ആ ഒരു ഗ്രാമഭംഗി നമുക്ക് എല്ലായിടത്തും കാണാൻ പറ്റും. ഈ കാണുന്നത് ഖസാക്കിലേക്കുള്ള പ്രവേശന കവാടമാണ്. അതിൻ്റെ മുകളിലായിട്ട് ഖസാക്ക് എന്ന് എഴുതി വച്ചിട്ടുണ്ട്. രാവിലെ നമ്മൾ യാത്ര തുടങ്ങുമ്പോൾ നല്ല മഴയായിരുന്നെങ്കിലും പാലക്കാടേക്ക് കയറിയപ്പോൾ ആ മഴയൊക്കെ അങ്ങ് മാറി. തസ്രാക്കിലേക്കുള്ള വഴി കാണിച്ചുകൊണ്ട് ഒ.വി. വിജയൻ സ്മാരകം തസ്രാക്ക് എന്നൊരു സൂചനാ ബോർഡും നമുക്കിവിടെ കാണാൻ പറ്റും. റോഡൊക്കെ ചെറിയ റോഡാണ്, ചെറിയ വഴികളാണ്. പാലക്കാട് നിന്നും കൊടുവായൂർ പോകുന്ന വഴി കിണാശ്ശേരിക്കടുത്തായിട്ടുള്ള രണ്ട് വശവും പാടങ്ങൾ നിറഞ്ഞ തസ്രാക്ക് എന്ന സ്ഥലമാണ് ഒ.വി. വിജയൻ്റെ ഭാവനയിലെ ഖസാക്കായി മാറിയത്. ഈ കാണുന്നതാണ് ഒ.വി. വിജയൻ്റെ തസ്രാക്കിലെ സ്മാരകം. 20 രൂപയാണ് നമുക്കിവിടേക്ക് പ്രവേശിക്കാനുള്ള ഫീസായിട്ട് വരുന്നത്. സാംസ്കാരിക വകുപ്പിൻ്റെ കീഴിലാണ് ഈ സ്മാരകം പ്രവർത്തിക്കുന്നത്. ഒരു നോവലിൻ്റെ പേരിൽ അറിയപ്പെടുന്ന ഇന്നും ഒരുപാട് ആളുകൾ സന്ദർശിക്കാൻ വരുന്ന ഒരു സ്ഥലമാണ് ഈ ഒരു ഞാറ്റുപുര എന്ന് പറയുന്നത്. ഒരു കാലത്ത് കാളവണ്ടി മാത്രം വന്നുകൊണ്ടിരുന്ന, കറണ്ട് പോലും ഇല്ലാതിരുന്ന ഒരു ഗ്രാമമായിരുന്നു. ഇന്ന് ആ വഴിയൊക്കെ മാറി ഒരുപാട് വീടുകളും കടകളൊക്കെ വന്നിട്ടുണ്ട്. ഇത് ഞാറ്റുപുരയിലെ ഒ.വി. വിജയൻ കാർട്ടൂൺ ഗ്യാലറിയാണ്. ഇവിടെയാണ് അദ്ദേഹം വരച്ചിട്ടുള്ള കാർട്ടൂണുകളൊക്കെ പ്രദർശിപ്പിച്ചിട്ടുള്ളത്. ഈ കാണുന്ന സ്വിച്ച് ബോർഡ് കണ്ടോ? നമുക്ക് പഴയ വീടുകളിലൊക്കെ ഇത്തരത്തിലുള്ള വയറിങ്ങും സ്വിച്ചുകളുമായിരുന്നു നമുക്ക് കാണാൻ പറ്റുന്നത്. ഞാറ്റുപുരയിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ചെറിയ ഒരു ശില്പവനമുണ്ട്. ഖസാക്കിൻ്റെ ഇതിഹാസം എന്ന് പറയുന്ന നോവലിലെ കഥാപാത്രങ്ങളുടെ ശില്പങ്ങളാണ്, കരിങ്കല്ലിൽ തീർത്തിട്ടുള്ള ശില്പങ്ങളാണ് ഈ ശില്പവനത്തിൽ ഒരുക്കി വച്ചിട്ടുള്ളത്. ഇതെല്ലാം കണ്ട് നടന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു ഓഡിറ്റോറിയം ഉണ്ട്. നോവലിനെ ആസ്പദമാക്കിയിട്ട് വിവിധ കലാകാരന്മാർ വരച്ചിട്ടുള്ള ചിത്രങ്ങളും കാർട്ടൂണുകളും ഒക്കെയാണ് ആ ഓഡിറ്റോറിയത്തിൽ പ്രദർശിപ്പിച്ചിട്ടുള്ളത്. ഇവിടുത്തെ പള്ളിയോട് ചേർന്നിട്ടുള്ള ഒരു ഏകാധ്യാപക വിദ്യാലയത്തിലെ അധ്യാപികയായിരുന്നു ഒ.വി. വിജയൻ്റെ സഹോദരിയായിട്ടുള്ള ഒ.വി. ശാന്ത. ഞാറ്റുപുര എന്നറിയപ്പെട്ട ചായ്പിൽ 1956 ഒ.വി. വിജയൻ താമസത്തിനായിട്ടെത്തുന്നത്. ഏതാണ്ട് 21 ദിവസക്കാലമാണ് ഒ.വി. വിജയൻ ഇവിടെ താമസിക്കുന്നതും ഖസാക്കിൻ്റെ ഇതിഹാസം എഴുതുന്നതും. ഈ കാണുന്ന ചെറിയ വഴി നടന്നു ചെല്ലുന്നത് കുളത്തിലേക്കാണ്. കുളത്തിൻ്റെ നവീകരണ ജോലികളൊക്കെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഈ തസ്രാക്കിനെ കുറിച്ച് പറയാനും കാണാനും ഒരുപാടുണ്ട്. ഈ പ്രദേശത്തിൻ്റെ ഭംഗി എന്ന് പറയുന്നത് ഒരു രക്ഷയില്ല, അത്രയ്ക്കും ഒരു ആംബിയൻസാണ്. തൽക്കാലം നമ്മൾ കാഴ്ചകളൊക്കെ ഇവിടെ നിർത്തുകയാണ്. പുതിയൊരു വീഡിയോയിൽ നമുക്ക് എന്തായാലും വീണ്ടും കാണാം. വരാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയിട്ട് ലൊക്കേഷൻ നമ്മൾ കമൻറ്റ് ബോക്സിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ.